എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ അടിപൊളിയായിട്ടിരിക്കണു. അപ്പം നമ്മളിന്ന് പോകുന്നത് മാജിക് ഓഫ് ലൈറ്റ്സ് ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. ഇത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ലൈറ്റ്സ് ആണ്. നീ എന്താ ഇപ്പോഴും ക്രിസ്മസും ന്യൂ ഇയറും ഒന്നും നിങ്ങളുടെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് നല്ല പനിയും ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശബ്ദം അങ്ങ് അടഞ്ഞു പോയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ലൈറ്റ്സ് ഇത്രയും ലേറ്റായിട്ട് ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. എന്തായാലും അതങ്ങനെയൊക്കെ ഇരിക്കട്ടെ. നമ്മളിന്ന് പോകുന്നത് ഈ മാജിക് ഓഫ് ലൈറ്റ്സ് കാണാനാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ തീം അനുസരിച്ചാണ് കേട്ടോ ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2.5 കിലോമീറ്റർ നീളമുള്ള ഈ മാജിക് ഓഫ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് 1.5 മില്യണിൽ കൂടുതൽ LED ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. എ ഹോളിഡേ വണ്ടർലാൻഡ് വിത്ത് എ സ്റ്റണ്ണിങ് ഡിസ്പ്ലേ ഓഫ് ലൈറ്റ്സ് ആൻഡ് കളേഴ്സ്. ആദ്യമേ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ 12 ഡേയ്സ് ഓഫ് ക്രിസ്മസ് കാണിക്കാനാണ്. എ പാട്രിഡ്ജ് ഇൻ എ pear tree, 2 turtle doves, 3 French hens, 4 calling birds, 5 golden rings, 6 geese laying, 7 swans swimming, 8 maids milking, 9 ladies dancing, 10 lords sleeping, 11 pipers piping, 12 drummers drumming. ഈ 12 ഡേയ്സ് ഓഫ് ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ 12 ഡേയ്സ് ഓഫ് ക്രിസ്മസിനെ പറ്റിയൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഈ മാജിക് ഓഫ് ലൈറ്റ്സ് ഒക്കെ 2 വർഷം മുന്നേ കണ്ടപ്പോഴാണ് കേട്ടോ 12 ഡേയ്സ് ഓഫ് ക്രിസ്മസ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലായത്. അതിനും അപ്പുറം എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ക്രിസ്ത്യനൊക്കെയാണ്, പക്ഷെ വലിയ അറിവൊന്നും ഇല്ലല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്, ഇല്ല. പലർക്കും 12 ഡേയ്സ് ഓഫ് ക്രിസ്മസിനെ പറ്റിയൊന്നും വലിയ അറിവില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഏതാണ്ടൊക്കെ അറിഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് 12 ഡേയ്സ് ഓഫ് ക്രിസ്മസ്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നതാ പ്രീ ഹിസ്റ്റോറിക് ക്രിസ്മസ് ആണ് കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡൈനോസേഴ്സും ആണ് കേട്ടോ നൃത്തം ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡൈനോസറിനെ. താഴെ പോയി ഫുഡ് എടുത്തുകൊണ്ട് മേളിലേക്ക് പോകുന്നു. പിന്നെ ഈ ഒരു സാന്റേനെ. ഈ ഡൈനോസറിൻ്റെയൊക്കെ മേളിലേക്കിടെ ചാടി മറിയാനായിട്ട് സാന്റയ്ക്കുള്ള ധൈര്യമല്ലേ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസം, ലൈറ്റ്സ് കാണുമ്പോൾ ഒരു ഭംഗി. പിന്നെ അടുത്തത് പോകുന്നതാണ് കേട്ടോ ഈ ജോയ് ടു ദ വേൾഡ്. അവിടെ പോയപ്പം ശരിക്കും ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളായിരുന്നു കേട്ടോ ഇവിടെയുള്ളതൊക്കെ. ഒന്നാമത്തെ താജ്മഹൽ, രണ്ടാമത്തെ ലീനിങ് ടവർ പീസ, മൂന്നാമത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, നാലാമത് ക്യാൻഡിൽസ് ഓഫ് ഹനുക്ക, അഞ്ചാമത് ഈഫൽ ടവർ, ആറാമത്തത് 7 ക്യാൻഡിൽസ് ഓഫ് ലോങ് ട്രഡീഷൻ ഓഫ് ക്വാൻസ. അങ്ങനെ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ. എന്തെങ്കിലും ലൈഫിലൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഡൽഹി, ബോംബെ വരെ പോയി, പക്ഷെ ഡൽഹിയിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ താജ്മഹലൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവം, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്നൊക്കെ പറയുന്നത് താജ്മഹൽ ഒന്ന് അടുത്ത് പോയി കാണുക എന്നുള്ളതാണ്. എനിവേസ്, എന്തെങ്കിലുമൊക്കെ ദൈവം അതെനിക്ക് സാധിച്ചു തരും എന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാനിങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്തത് നമ്മളിങ്ങനെ വെറൈറ്റീസ് ഓഫ് ലൈറ്റ്സ്, വെറൈറ്റീസ് ഓഫ് എന്താ പറയുക, ഓരോരോ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം കണ്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് അതിശയത്തോടെയാണ് കേട്ടോ, ഞാനും അതെ കുട്ടികളും അതെ കേട്ടോ, അതിശയത്തോടെയാണ് നോക്കിയത്. ഇതൊക്കെ എങ്ങനെ അവർക്ക് ഇങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്ത്. എനിവേസ്, ദ ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ നേറ്റിവിറ്റി. അവിടേക്ക് പോയപ്പോഴാണ് എന്താ പറയുക, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്താ, ഒട്ടകത്തിൽ രാജാക്കന്മാരും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടത്. പിന്നെ ഇതൊരു പുൽക്കൂടിൽ ഉണ്ണിയേശു പിറക്കുന്നത്, ഇതൊക്കെയാണ് കേട്ടോ അവരവിടെ ഒരുക്കിയത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലൈറ്റ്സിൻ്റെ ആ ഒരു ഡെക്കറേറ്റീവ് ഐഡിയാസ് ഇതെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ 2 വർഷം മുന്നേ ഞങ്ങൾ പോയപ്പോഴും ഇത് തന്നെയാണ് കണ്ടത്. ഈ വർഷം ഞങ്ങൾ പോകുമ്പോഴും ഇത് തന്നെയാണ് കാണുന്നത്. വെറൈറ്റീസ് നമുക്കങ്ങനെ തോന്നിയില്ല. പിന്നെ 2 വർഷം മുന്നേ പോയപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടു ഓക്കെ, എന്നാൽ ഈ വർഷം വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാം, എല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇവിടെ തന്നെ ആണെങ്കിൽ ഒരുപാട് പേർക്കൊന്നും ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വർഷം, അതായത് 2025 ഡിസംബർ പകുതിയോടെ മുതൽ ജാനുവരി 7 വരെ വെച്ച് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം എല്ലാവരും പോയി കാണണം എന്ന്, ഇവിടെയുള്ളവർ എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അത്ര നല്ല വ്യൂ ആണ്. ഒരു തവണയൊക്കെ പോയി കാണാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ദിവസം അടിച്ചു പൊളിച്ചു. ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ഈ വർഷം അടിപൊളി ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടെ എടുക്കാൻ വേണ്ടി അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പം നമ്മൾ ക്യൂ നിന്നിട്ട് എല്ലായിടത്തും പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങളും ഇനി കാണുക. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ടാറ്റാ, ബൈ, സീ യു.